നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാത്യാ സുമനസ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാഹു സിസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി 7ാം സർഗമാണ്. 6ാം സർഗത്തിൽ പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന പട്ടാഭിഷേകത്തിന് വേണ്ടി വ്രതം നോക്കുന്ന രാമചന്ദ്രപ്രഭുവിനെയും സീതാദേവിയുമാണ് നമ്മൾ കണ്ടത്. രാമനെ പോലെ തന്നെ സീതാദേവിയും ഈ പട്ടാഭിഷേകത്തിൽ വ്രതചര്യകൾ ആചരിച്ച് തന്നെ വേണം എന്നുള്ള നിയമത്തെപ്പറ്റി കൂടി നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി മന്ധരയുടെ ഇടപെടലാണ് അത് വരുന്നു. എല്ലാം ദൈവഹത്യ നടക്കുന്നതാണെങ്കിൽ പോലും കൃത്യജനങ്ങളുടെ നിഷേധാത്മകമായ ആ ചിന്തകളിൽ സ്വാധീനിക്കപ്പെടുന്ന അതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ച് നോക്കാം. സപ്തമ സർഗം 7ാം സർഗം. മന്ധരാ പരിദേവനം. മന്ധരയുടെ ആക്ഷേപം. യാദിദാസീയതോ ജാതാ കൈകേയ്യാസു സഘോഷിതാ പ്രാസാദം ചന്ദ്രസങ്കാശമാരുരോഹയദൃച്ഛയാ സിക്തരാജപഥാം രമ്യാം പ്രകീർണകുസുമോത്കരാം അയോധ്യാം മന്ധരാ തസ്മാത് പ്രാസാദാദന്വൈക്ഷത പതാകാഭിർവരാർഹാഭിർധ്വജൈശ്ച സമലങ്കൃതാം സിക്താം ചന്ദനതോയൈശ്ച ശിരസ്നോദജനൈര്യുതാം മാല്യമോദകഹസ്തൈശ്ച ദ്വിജേന്ദ്രൈരഭിനാദിതാം ശുക്ലദേവഗൃഹദ്വാരാം സർവവാദിത്രനിസ്വനാം സംപ്രഹൃഷ്ടനാകീർണാം ബ്രഹ്മഘോഷാഭിനാദിതാം പ്രഹൃഷ്ട വരഹസ്ത്യം സംപ്രണർദിതോ വൃഷാം പ്രഹൃഷ്ടമുദിതൈ പൗരരുത്സൃത ധ്വജമാലിനീം അയോധ്യാം മന്ധരാ ദൃഷ്ട്വാ പരം വിസ്മയമാഗതാ. സാ ഹർഷോത്ഫുല്ലനയനാം പാണ്ഡുരക്ഷൗമവാസിനീം അവിദൂരെ സ്ഥിതാം ദൃഷ്ട്വാ ധാത്രീം പപ്രച്ഛ മന്ധരാ ഉത്തമേനാഭിസംയുക്താ ഹർഷേണാർത്ഥപരാ സതി രാമമാദാധനം കിം नु ജനേഭ്യ സംപ്രയച്ഛതി അതിമാത്രം പ്രകർഷോയം കിം ജനസ്യ ച സംസമേ കാരയിഷ്യതി കിം ഭാവി സംപ്രഹൃഷ്ടോ മഹീപതിഃ. കുലമേതെന്നും ജനനം എവിടെയെന്നും അറിയാത്തവളും കൈകേയിയുടെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുന്നവളും കൈകേയിയുടെ പിതാവിനാൽ ദാസിയായി അയക്കപ്പെട്ടവളുമായ മന്ധര എന്നവൾ യദൃശ്ചയായി വെൺമതിയൊത്ത മാളിക മുകളിൽ കയറിച്ചെന്നു. ആ മാളിക മുകളിൽ നിന്ന് അയോധ്യ പട്ടണത്തെ പൂനിര വിതറി അലങ്കരിക്കപ്പെട്ടതായും തളിച്ച വൃത്തിയാക്കപ്പെട്ട രാജവീഥികൾ കൂടിയതായും അഴകാർന്ന് വിലസുന്നതായും കണ്ടു. മന്ധര അയോധ്യ നഗരത്തെ പതാകകളാലും വിലപിടിച്ച ധ്വജങ്ങളാലും നല്ലപോലെ അലങ്കരിക്കപ്പെട്ട് വെള്ളം തളിക്കപ്പെട്ടതായും തലമുങ്ങി കുളിച്ച ജനങ്ങളാലും ആനന്ദപുളകിതരായി കളപ്പക്കൂട്ടണിഞ്ഞവരായ നഗരവാസികളാലും നിറയപ്പെട്ടതായും മാലകളും മോദകങ്ങളും കയ്യിൽ ധരിച്ച ബ്രാഹ്മണോത്തമന്മാരാൽ എങ്ങും വേദഘോഷം ഘോഷിക്കപ്പെട്ട് വിളങ്ങുന്നതായും എങ്ങും മറ്റ് പ്രകാരങ്ങളിലുമുള്ള ശബ്ദങ്ങളാൽ ഘോഷിക്കപ്പെട്ട് വിളങ്ങുന്നതായും വെളുവള വിലസുന്ന ദേവാലയ ദ്വാരങ്ങളോട് കൂടിയതായും
സകലവിധ വാദ്യങ്ങളുടെ ഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതായും ഉത്സാഹം പൂണ്ട് പരിലസിക്കുന്ന പുരവാസികളാൽ നിറയപ്പെട്ടതായും അതികുതൂഹലമാർന്ന ആനകളും കുതിരകളും നിറഞ്ഞതായും ഉത്സാഹം പൂണ്ട് മുക്രയിടുന്ന വൃഷഭങ്ങളോടും പശുക്കളോടും കൂടിയതായും ഉയരെ കെട്ടിയ മകരതോരണങ്ങളാൽ പരിലസിക്കുന്നതായും കണ്ട് വിപരീതമായ സംശയബുദ്ധിയോടു കൂടിയവളായി ഭവിച്ചു. ആ മന്ധര സന്തോഷത്താൽ വിടർന്ന നേത്രങ്ങളാർന്നവളായി വെണ്മപ്പട്ടുടുത്തവളായി സമീപത്തിൽ നിന്നുകൊണ്ടിരുന്ന ശ്രീരാമന്റെ പോറ്റമ്മയെ കണ്ട് ഇപ്രകാരം ചോദിച്ചു. ശ്രീരാമമാതാവ് ഇത്ര ലോഭമുള്ളവളായിരുന്നിട്ടും അത്യാനന്ദപൂർണ്ണ വിളങ്ങുന്നവളായി ജനങ്ങൾക്ക് പണത്തെ ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇതിനെന്താണോ കാരണം? ജനങ്ങളുടെ സന്തോഷം അളവറ്റതായും ഇതാ കാണുന്നു. ഇതിനും എന്താണ് കാരണം? മഹാരാജാവ് അകം കുളിർത്ത എന്തു തന്നെയാണ് ചെയ്യിപ്പാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ കേൾക്കട്ടെ. വിതീര്യമാണാഹർഷേണ ധാത്രീതുപരയാമുദാ ആജചക്ഷേധ കുബ്ജായൈ ഭൂയസീം രാഘവശ്രിയം ശ്വപുഷ്യേണ ഇതക്രോധം യൗവരാജ്യേന രാഘവം രാജാ ദശരഥോ രാമമഭിഷേചയിതാനകം ധാത്ര്യാസ്തു വചനം ശ്രുത്വാ കുബ്ജാ ക്ഷിപ്രമമർഷിതാ കൈലാസശിഖരാകാരാ പ്രാസാദാദവരോഹത സാ ദഹ്യമാനാ കോപേന മന്ധരാ പാപദർശിനീ ശയനാമേത്യ കൈകേയീമിദം വചനമബ്രവീത്. ഉത്തിഷ്ഠമൂഢേ കിം ശേഷേ ഭയം ത്വാമഭിവർത്തതേ ഉപപ്ലുതമഖൗഖേന കിമാത്മാനം ന ബുധ്യസേ അനിഷ്ടേ സുഭഗാകാരേ സൗഭാഗ്യേന വിഗദ്ധസേ ചലം ഹി തവ സൗഭാഗ്യം നദ്യാ സ്രോത യുവോഷ്ണഗേ ഏവമുക്താ തു കൈകേയീരുഷ്ടയാ പരുഷം വച കുബ്ജയാ പാപദർശിന്യാ വിഷാദമഗമത്പരം കൈകേയീ ത്വബ്രവീത് കുബ്ജാം കച്ചിത് ക്ഷേമം ന മന്ധരേ വിഷണ്ണവദനാം ഹിത്വാം ലക്ഷയേ ഭൃശദുഃഖിതാം. അത്യാനന്ദത്താൽ വെമ്പുന്നവളായ ധാത്രിയും കൂനിയോടും കൂടി അവൾ ദുഷ്ടയെന്നറിഞ്ഞിരുന്നിട്ടും മഹോത്സവമായ ശ്രീരാമ പട്ടാഭിഷേകത്തെപ്പറ്റി ഏറ്റവും സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു. ദശരഥ മഹാരാജാവ് നാളെ പൂയം നക്ഷത്രത്തിൽ കോപത്തെ ജയിച്ചവനും ദോഷരഹിതനും രഘുകുലകുമാരനുമായ ശ്രീരാമനെ യുവരാജാവായി വാഴിപ്പാൻ പോകുന്നു. കൂനി ധാത്രിയുടെ വാക്ക് കേട്ട ഉടനെ കോപം പൂണ്ടവളായി കൈലാസ ശിഖരം പോലെയുള്ള ആ മാളിക മുകളിൽ നിന്ന് തൽക്ഷണം താഴോട്ടിറങ്ങി. ദുഷ്ടചരിത്രയായ ആ മന്ധര കോപം മൂലം വെന്തുരുകുന്നവളായി കിടന്നുകൊണ്ടിരുന്ന കൈകേയീ ദേവിയുടെ അടുത്തെന്ന് ഇപ്രകാരം പറഞ്ഞു. ഒന്നുമറിയാത്ത സാധുവായവളെ, തിരുമേനിക്ക് ഒരു ആപത്തടുത്തിരിക്കുന്നു. കൊടിയ ദുഃഖത്താൽ താൻ ബാധിക്കപ്പെട്ടിരിക്കുന്നതിനെ എന്താണോ ധരിക്കാതിരിക്കുന്നത്? എന്താണാവോ ഇപ്രകാരം ഉല്ലാസത്തോടെ പള്ളികൊണ്ടിരിക്കുന്നത്? എഴുന്നേൽക്കുക. ഭർത്താവിന് ഉത്തമ പ്രീതി പാത്രമായിരുന്നവളെ, മറ്റുള്ളവരിലുള്ളതിനേക്കാൾ തങ്ങൾ ഭർത്താവിനുള്ള അധിക പ്രേമത്താൽ നിന്തിരുവടി ഏറെ പെരുമ നടിക്കുന്നുവല്ലോ. ഉപേക്ഷിക്കപ്പെട്ടവളെ, അവധിയുടെ പേരിലുള്ള ഭർത്തൃപ്രേമം വേനൽക്കാലത്തിൽ നദിയുടെ ഒഴുക്ക് എന്ന പോലെ കുറഞ്ഞതായിട്ടാണല്ലോ ഇരിക്കുന്നത്. ദുഷ്ടനടപടിയിൽ പ്രിയമുള്ളവളും ഏറ്റവും കോപിച്ചിരുന്നവളും ആയ കൂനിയാൽ ഇപ്രകാരം അസഖ്യമായ വാക്യം പറയപ്പെട്ടവളായ കൈകേയീ ദേവി ഇക്കാര്യത്തിൽ ഏറ്റവും ഉപേക്ഷപൂർണ്ണ നിലയിൽ ഇരുന്നു. ഇപ്രകാരം ഇരുന്നിട്ടും കൈകേയീ ദേവി കൂനിയോട് ഇങ്ങനെ മുര ചെയ്തു. മന്ധരെ, നിന്നെ മുഖം വാടിയവളായും ഏറ്റവും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവളായും ഞാൻ കാണുന്നുവല്ലോ. എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ? അല്ലേ? എന്താണ്? മന്ധരാതു വചശ്രുത്വാ കൈകേയ്യാ മധുരാക്ഷരം ഉവാച ക്രോധ സംയുക്താ വാക്യം വാക്യവിശാരദാ സാ വിഷണ്ണതരാ ഭൂത്വാ കുബ്ജാ തസ്യാ ഹിതൈഷിണീ വിഷാദയന്തി പ്രോവാച ഭേദയന്തി ച രാഘവം അക്ഷയ്യം സുമഹദ്ദേവി പ്രവൃത്തം ത്വദ്ദിനാശനം രാമം ദശരഥോ രാജാ യൗവരാജ്യേ അഭിഷേക്ഷ്യതി സാ സ്മഗാധേ ഭയേ മഗ്നാ ദുഃഖശോകസമന്വിതാ ദഹ്യമാനാനലേനേവ ത്വസ്ഥിതാർത്ഥമിഹാഗതാ തവ ദുഃഖേന കൈകേയീ മമ ദുഃഖം മഹദ്ഭവേത് ത്വദ്വദ്ഭൗ മമ വൃദ്ധിശ്ച ഭവേദേവന സംശയ നരാധിപകുലേ ജാതാ മഹിഷീ ത്വം മഹീപദേ
ഉഗ്രത്വം രാജധർമാണാം കഥം ദേവി ന ബുധ്യസേ ധർമ്മവാദീ ഷഠോ ഭർത്ത ശ്ലഷ്ണവാദീ ച ദാരുണ ശുദ്ധഭാവേന ജാനിഷേ തേനൈവ മതിസന്ധിതാ ഉപസ്ഥിതഃ പ്രയുജ്ഞാനസ്ത്വയി സാന്ത്വമനർത്ഥകം നർത്തേനൈവാദ്യത്തെ ഭർത്ത കൗസല്യാം യോജയിഷ്യതി. കോപം കൈക്കൊണ്ടിരുന്നവളും നല്ല വാക് സാമർഥ്യമുള്ളവളും ആയ ആ മന്ധര കൈകേയി ദേവിയുടെ മൃദുതരമായ ആ വാക്കുകേട്ട് അക്കാര്യത്തെപ്പറ്റി പറയേണ്ടതായ ഉത്തരം ഇന്നതെന്ന മനസ്സിൽ വിചാരിച്ചു. ആ കൂനി അവളുടെ ഹിതത്തെ ആഗ്രഹിക്കുന്നവളായും ആശാഭംഗത്തെ വിവരിച്ചു കാണിക്കുന്നവളായും ശ്രീരാഘവന് അപജയം വരുത്തുന്നവളായും മുമ്പത്തെക്കാളും അധികം ദുഃഖിക്കുന്നവളായും ഭവിച്ച ഇപ്രകാരം മറുപടി പറഞ്ഞു. ദശരഥ മഹാരാജാവ് രാമനെ എളമപട്ടത്തിൽ ഇതാ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. രാജ്ഞി, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പ്രവൃത്തി എന്നേക്കും അനുഭവിക്കേണ്ടതായും അതിക്രൂരമായും ഉള്ള നിന്തിരുവടിയുടെ നാശഹേതുവാകുന്നു. അഗാധമായ വരുവാൻ പോകുന്ന നാശത്തെ ഓർത്ത് ഭയത്തിൽ മുഴുകിയവളായി ദുഃഖം കൊണ്ടുള്ള വേദനയോട് കൂടിയവളായി ചെന്തിയാൽ വേവുന്നവൾ എന്ന പോലെയുള്ള ആ ഞാൻ നിന്തിരുവടിയുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലേ കൈകേയി ദേവി, നിന്തിരുവടിക്ക് കഷ്ടമെന്ന് വന്നാൽ എനിക്കും വലുതായ കഷ്ടം തന്നെ വന്നു ചേരും. നിന്തിരുവടിക്ക് ശ്രേയസ്സാണെന്നാൽ എനിക്കും അഭിവൃദ്ധി തന്നെ ഉണ്ടാകും, സംശയമില്ല. ദേവി, ഭവതി രാജകുലത്തിൽ ജനിച്ചു, ചക്രവർത്തിക്ക് മഹിഷിയായും ഭവിച്ചു. രാജകൃത്യങ്ങളിൽ ഉപേക്ഷ കൊണ്ടുളവാകുന്ന കഷ്ടത്തെ എങ്ങനെയാണ് ഭവതി അറിയാതിരിക്കുന്നത്? ഭർത്താവ് പുറത്തേക്ക് മാത്രം ധർമ്മമുറയെ പറയുന്നവൻ, അകത്തോ കപടതയുള്ളവൻ, വാക്കിൽ മാത്രം മൃദുത്വമുള്ളവൻ, പ്രവൃത്തിയിലോ മഹാകാഠിന്യമുള്ളവൻ. ഭവതിയുടെ ശുദ്ധത കൊണ്ട് ഭവതി വാസ്തവം അറിയുന്നില്ല. അദ്ദേഹത്താൽ ഇപ്രകാരം ഭവതി വഞ്ചിക്കപ്പെട്ടു. നിന്തിരുവടിയുടെ നായകൻ ഭവതിയോട് മൃദുവായ വാക്കു മാത്രം അരുൾ ചെയ്തുകൊണ്ട് അതിന് യാതൊരു പ്രയോജനവുമില്ലാതെ ആക്കി തീർത്ത് ഇതാ കൗസല്യയാണ് ഭാഗ്യവതിയാക്കുവാൻ തുടങ്ങുന്നത്. വവാഹ്യ സദുഷ്ടാത്മാ ഭരതം തവ ബന്ധുഷു കാല്യേ സ്ഥാപയിത രാമം രാജ്യേ നിഹത കണ്ടകേ ശത്രു പതിപ്രവാദേന മാത്രേവ ഹിതകാമ്യയാ ആശീവിഷ ഇവാംഗേന ബാലേ പരികൃതസ്ത്വയാ യഥാ ഹി കുര്യാൽ സർപ്പോ വാ ശത്രുർവാ പ്രത്യുപേക്ഷിതഃ രാജ്ഞാ ദശരഥേനാദ്യ സപുത്രാ ത്വം തഥാ കൃതാ പാപേനാനൃതസാന്ത്വേന ബാലേ നിത്യസുഖോജിതേ രാമം സ്ഥാപയതാ രാജ്യേ സാനുബന്ധാ ഹതാഹ്യസി സാ പ്രാപ്തകാലം കൈകേയി ക്ഷിപ്രം കുരുഹിതം തവ ത്രായസ്വ പുത്രമാത്മാനം മാം ച വിസ്മയദർശനാം അന്ധരായാ വചശ്രുത്വാ ശയാനാ സാ ശുഭാനനാ പുത്തസ്ഥൗ ഹർഷസമ്പൂർണം ചന്ദ്രലേഖേവ ശാരദീ അതീവ സാധു സംഹൃഷ്ടാ കൈകേയീ വിസ്മയാന്വിതാ ഏകമാഭരണം ദത്വാ കുബ്ജായൈ പ്രമദോത്തമാ കൈകേയീ മന്ധരാം ദൃഷ്ട്വാ പുനരേവാബ്രവീദിദം ഇദം ഹി മന്ധരേ മഹ്യമാഖ്യാസി പരമം പ്രിയം ഏതന്മേ പ്രിയമാഖ്യാത്ര്യാ കിം വാ പൂയ കരോമി തേ. ദുരുദ്ദേശത്തോടു കൂടിയ അദ്ദേഹം ഭവതിയുടെ പിതാവിൻ്റെ സമീപത്തിൽ ഭരതനെ തള്ളിവിട്ട് യാതൊരു തടസ്സവുമില്ലാതിരിക്കുന്നതായ രാജ്യത്തിൽ രാമനെ നാളെ കാലത്ത് യുവരാജാവായി സ്ഥാപിക്കാൻ പോകുന്നു. കളവ്, ചതി മുതലായവ യാതൊന്നും തന്നെ കണ്ടുപിടിപ്പാൻ കഴിയാത്ത പച്ചക്കുട്ടിയായവളെ സർപ്പം പോലെ ശത്രുവായ ഇദ്ദേഹം നിന്തിരുവടിയിൽ ഭർത്താവെന്ന പേരുള്ളത് കൊണ്ട് ക്ഷേമത്തെ മാത്രം ആഗ്രഹിക്കുന്ന മാതാവിനാൽ എന്നവണ്ണം തന്നെ മടിയിൽ കയറ്റി ഇരുത്തി ലാളിക്കപ്പെട്ടു. ഒന്നും ചെയ്യാതെ വിട്ടയക്കപ്പെട്ട സർപ്പം തന്നെയാകട്ടെ ശത്രു തന്നെയാകട്ടെ എപ്രകാരം ചെയ്യുമോ അപ്രകാരം തന്നെ ദശരഥ മഹാരാജാവിനാൽ ഇപ്പോൾ പുത്രനോട് കൂടിയവളായ ഭവതിയും ചെയ്യപ്പെട്ടു. സദാ പുകഴത്തക്ക സൽബുദ്ധിയോട് കൂടിയവളും കാപട്യമെന്നതറിയുവാൻ കഴിയാത്തവളുമായവളെ രാജ്യത്തിൽ രാമനെ രാജാവായി വാഴിപ്പാൻ പോകുന്നു. ആ ദുഷ്ടനാൽ തന്നെ കളവായ സമാധാന വാക്കുകൾ കണ്ട് പുത്രമിത്രാദികളടക്കം ഭവതി നശിപ്പിക്കപ്പെട്ടു. സംയോജിത ബുദ്ധിയാർന്നവളായ ഹേ കയ്യേയി, അപ്രകാരമുള്ള നിന്തിരുവടി തക്ക സമയത്തിൽ ഭവതിയുടെ നന്മയെ ഇപ്പോൾ തന്നെ ചെയ്തു കൊള്ളുക. നിന്തിരുവടിയെയും പുത്രനെയും എന്നെയും കഷ്ടത്തിൽ നിന്ന് കരകയറ്റിയാലും.
മന്ഥരയുടെ വാക്യത്തെ ശയിച്ചുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരുന്ന ആ കൈകേയി ദേവി സന്തോഷപരിപൂർണയായി ശരത്കാലത്തിലെ ചന്ദ്രകല എന്ന പോലെ ആഹ്ലാദസൂചകമായ മുഖത്തോടു കൂടിയവളായി ശയനത്തിൽ നിന്നെഴുന്നേറ്റു. സ്ത്രീരത്നമായ ആ കൈകേയി ദേവി ഇക്കാര്യത്തിൽ തനിക്ക് തന്നെ ഒരു മഹാഭാഗ്യം വന്നിരിക്കുന്നു എന്ന് നനച്ചവളായി, അത്യധികം സന്തോഷിച്ചവളായി ഒരു ആഭരണത്തെ കൂനിക്ക് സമ്മാനമായി കൊടുത്തിട്ട് അതിൽ പിന്നെ കൈകേയി ദേവി മന്ഥരയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: മന്ഥരേ, എനിക്ക് അത്യന്തം ശുഭമായ വർത്തമാനത്തെയാണല്ലോ ഇപ്പോൾ നീ അറിയിക്കുന്നത്. എന്നോട് ഈ സന്തോഷ വർത്തമാനത്തെ പറയുന്നവളായ നിനക്ക് ഇനിയും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. രാമേവാ ഭരദേവാഹം വിശേഷം നോപലക്ഷയേ തസ്മാതുഷ്ടാസ്മി യദ്രാജാ രാമം രാജ്യേയഭിഷേക്ഷ്യതി നമേ പരം കിഞ്ചിദിതസ്ത്വയാ പുനഃ പ്രിയം പിര്യാർത്ഥേ സുവചം വച പരം തഥാ ഹ്യവോജസ്ത്വമത പ്രിയോത്തരം പരം വരം തേ പ്രദദാദിമി ത്വം വൃണു. മഹാരാജാവ് ശ്രീരാമനെ രാജ്യാധികാരിയെ പട്ടാഭിഷേകം ചെയ്യുവാൻ പോകുന്നു. അതിനാൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ രാമനിലാവട്ടെ ഭരതങ്കൽ തന്നെയാകട്ടെ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. എനിക്ക് സർവോത്കൃഷ്ടമായ മനോരഥമാകുന്നു ഇത്. ഇതിനേക്കാൾ ശ്ലാഘ്യമായ വാക്ക് ഒന്നും തന്നെ നിന്നാൽ ഇനി പറവാൻ കഴിയുന്നതല്ല. നീ അപ്രകാരമുള്ള അതിനെയാണ് പറഞ്ഞത്. ആയതുകൊണ്ട് അനുഗ്രഹത്തിന് പാത്രമായവളെ, ഇഷ്ടമുള്ള വേറെ എന്തു വേണമോ അതിനെ ചോദിച്ചുകൊള്ളുക, നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ സപ്തമ സർഗ 7ാം സർഗം സമാപ്തം. നമസ്തേ.